സ്മാർട്ടായിട്ടുള്ള മനസ്സിലായി സിംഗിൾ ടാൻ. ഹീറോയിൻ നല്ല ക്യൂട്ടായിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇട്ട് ഒരു യൂണിഫോം ഇട്ട് ഡ്രസ്സ് യൂണിഫോം ഇട്ട്. അത് ഹീറോയിൻ ഒരു പോലീസാണ്. അത് ജേഹോപ്പ് ഒരു എപ്പോഴത്തെ പോലെ ഒരു ഐഡലാണ്. ഹീറോയ്ക്ക് കോൾ വന്നു. ഹലോ, ആ എന്ത്, ഓക്കെ അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി. എന്ത് പറ്റിയേടി അങ്ങനെയായിട്ട് ഹീറോയി പറയാൻ തുടങ്ങി. എനിക്ക് പ്രശ്നമായിട്ട് മച്ചേ, എനിക്കൊരു ഫോൺ വന്നായിരുന്നു. എന്താ മീര നീ പറയുന്നത്? എന്നാൽ ഹീറോയിൻ്റെ പേര് മീരാത്ത്. മീര പറയാൻ തുടങ്ങി. ഹീറോയി, എടി മച്ചി, നമ്മൾക്കൊരു പ്രശ്നമാണ്. അങ്ങനെയായിട്ട് ജാസ്മി പറയാൻ തുടങ്ങി. മീര, ഇത് വേണ്ടടി പോകുന്നത്. ഇല്ലടി, എനിക്ക് ജോബ് പറഞ്ഞാൽ പോലീസാണ്. പിന്നെ കുറച്ച് നാൾ പോലീസായിട്ട് ഉണ്ടാവും. ഇല്ല മാരേജ്, എനിക്ക് പോലീസിന് ഒറ്റ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലേ. ശരിയടി, ഇപ്പം എന്ത് ചെയ്യാം? അങ്ങനെ ഹീറോയി വന്ന് നോക്കുമ്പോൾ ഹോബിൻ്റെ കയ്യിൽ ഒരു ബേബി ഉണ്ട്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹോബി ഒരു ടെല്ലായിട്ട് മങ്ങി വീണ മാതിരി ഉണ്ടായിരുന്നു. ഹീറോയി ഓടി വന്ന് ഹോബിനെ പിടിച്ചു. ഹോബിൻ്റെ നെറ്റിലുള്ള ബ്ലഡും ഓയിലുള്ള ബ്ലഡും എല്ലാം ഉണ്ടായിരുന്നു. ഹീറോയി ഒരു യൂണിഫോമായിട്ട് പോലീസായിരുന്നു ഹീറോയി. അങ്ങനെ ഹോബിനെ പിടിച്ചു. ഹോബി കുറച്ച് ഹോബിനെ രക്ഷിച്ച് ഹീറോയിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന്. അങ്ങനെ ഹോബി കണ്ണ് തുറന്ന് പേടിച്ചായിരുന്നു. ആരാ നീ എന്ന് ഹോബി ചോദിച്ചായിരുന്നു. ഹീറോയ്ക്ക് മനസ്സിലായില്ല. ഹോബി കേട്ട് കൊറിയയിലാണ് ഹോബി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹീറോ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഹോബിക്ക് മനസ്സിലായി. ഇവർക്ക് എൻ്റെ ലാംഗ്വേജ് അറിയില്ല. അങ്ങനെയായിട്ട് ഹോബി പറഞ്ഞു ഞാൻ ആരാണ്. ഹീറോയി പറഞ്ഞു ഞാൻ പോലീസാണ്. എന്ത് പോലീസാണ്, അതാ നോക്കുക പോലീസാണ് എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാന്ന്. ഹോബി പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ വന്നായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എന്നെ എൻ്റെ ബേബിനെ കിഡ്നാപ്പ് ചെയ്ത് കുറച്ച് ആൾക്കാർ വന്നായിരുന്നു. മാത്രവും ഞാനിവിടെ രക്ഷപ്പെട്ടത് തല്ലിയതാ എന്നെ. അങ്ങനെ നടത്തപ്പിച്ച് വരാൻ നോക്കി അവരെന്നെ അടിച്ചു. അങ്ങനെ പറഞ്ഞു. അവരെ കാർ നമ്പർ അറിയോ? അങ്ങനെ ഹോബി ഓർത്തിട്ട് പറഞ്ഞു. ശരി, ഓക്കെ. ഹീറോയി കോൾ ചെയ്തിട്ട് ഹാക്കർ അർജുൻ ഹാക്കിങ് ചെയ്ത് മൊത്തം എനിക്ക് ഡീറ്റെയിൽസ് ഓക്കെ മാം എന്ന് പറഞ്ഞു. ഫുൾ ഡീറ്റെയിൽസ് തന്നു. അതൊരു മാഫിയ മതി. അതൊരു മാഫിയ ഗുമ്പൽ മതി. അതൊരു മാഫിയ മതി. ഒരു മാഫിയ ആണ്. ഹീറോയ്ക്ക് കിട്ടി, പണിക്കാട് കിട്ടി. അങ്ങനെ ഹീറോയി ശരി, ഇത് കറക്റ്റ് നമ്പർ, ശരി ഓക്കെ പ്ലാൻ ചെയ്ത് ഹീറോയി ശരി ഹോബി നീ ഇവിടെ ഇരുന്നു, എനിക്ക് കുറച്ച് പണിയുണ്ട് പറഞ്ഞു. അങ്ങനെ ഹീറോയി പറഞ്ഞു മാഫിയ അല്ല ഒരു പോലീസ് മാത്രമല്ല ഒരു സയൻറ്റിസ്റ്റ്. അതുമാത്രമല്ല ഹീറോയിൻ മരുന്നെല്ലാം കണ്ടുപിടിക്കും. അതുമാത്രമല്ല ഈ ഇഞ്ചക്ഷൻ അവനിക്ക് കുത്തണം. ശരി, ആ മാഫിയക്ക് അവൻ സത്യം പറയും. അതുമാത്രമല്ല അവനിക്ക് കുറച്ച് മാറും. ഇങ്ങനെ ഇത് യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞത് സമ്മതിക്കണം ശരിക്കും. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അത് അവനിക്ക് കുത്തണം പറഞ്ഞു. പ്ലാനറ്റ് റിസ്ക് ഇട്ട് അവനിക്ക് ആ ഇഞ്ചക്ഷൻ കുത്തി. ഹീറോയി പോയിട്ട് ഹോസ്പിറ്റലാണ്. മാഫിയ കുറച്ച് അടിപൊട്ടിയായിരുന്നു. അങ്ങനെ മാഫിയായിരുന്നു ഹീറോയി കിഡ്നാപ്പ് ചെയ്ത് അവനോട് പറയിപ്പിച്ചു. അങ്ങനെയായിട്ട് എല്ലാ ആൾക്കാരും ഹീറോയി വെച്ച് എല്ലാവരും എൻകൗണ്ടർ കൊന്നുകയാണ്. അവരെ കെട്ടവരല്ല. അങ്ങനെ ഹീറോയി ബാക്കി അറിഞ്ഞവർ അവൻ്റെ കൂടെ അടിയാൾ ബാക്കിയവർക്കെല്ലാം ഇഞ്ചക്ഷൻ കുത്തി അവൻ മത്തം പറഞ്ഞ് കേസ് വാലായി അവനെ തൂക്കിക്കൊന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ജയ്ഹോപ്പ് പറഞ്ഞു ഞാൻ കൊറിയക്ക് പോകാൻ പോവാന്ന് ജയ്ഹോപ്പ് പറഞ്ഞു. ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. ജയ്ഹോപ്പിനോട് കേട്ടു ബേബിക്ക് മോമില്ല എന്ന് ജയ്ഹോപ്പ് പറഞ്ഞു. അതുകൊണ്ട് ജയ്ഹോപ്പ് കിടാക്കുക മോമില്ലായിരുന്നു ജയ്ഹോപ്പിനോട് ഹീറോയി പറഞ്ഞു. പിന്നെ ഹീറോയ്ക്ക് മാരേജ് ചെയ്ത് ടോർച്ചറായിരുന്നു വീട്ടിൽ. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ജയ്ഹോപ്പിനോട് ഒരു ഡ്രസ്സ് ഇട്ട് വരാൻ പറഞ്ഞു. ജയ്ഹോപ്പ് എന്താ ചെയ്യണം, ജയ്ഹോപ്പ് ഇട്ട് വരാൻ പറഞ്ഞു. അതിന് ഓക്കെ ജയ്ഹോപ്പ് മുണ്ട് ഷർട്ട് ഇടാൻ ഒരാളയച്ചെന്ന് ജയ്ഹോപ്പ് പറഞ്ഞത്. ഒരാമ്പലത്തിൽ വന്ന് ജയ്ഹോപ്പിനോട് പറഞ്ഞു നീ ഇത് കെട്ട് പറഞ്ഞു. ജയ്ഹോപ്പ് എന്തിനാ കെട്ടുന്നത്, എന്താണെന്നാ ജയ്ഹോപ്പ് പറയാത്ത താലി കെട്ടി. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു ഇവൻ എൻ്റെ ഹസ്ബൻഡാണ്, നിങ്ങൾ ഇനി എനിക്ക് ഹസ്ബൻഡ് നോക്കണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെയായിട്ട് ഹീറോയിൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വേറെ റിസൈൻ ചെയ്യാൻ പോവാന്ന്. അപ്പോൾ DSP പറയാൻ തുടങ്ങിയെന്ന് ജോലി വിടുന്ന സാർ ഇവിടുന്ന് സെറ്റാണ് അങ്ങനെയായിട്ട് പറഞ്ഞു. അതിക്ക് ഹീറോയിൻ പറയുന്ന അവളൊന്നും കേട്ടില്ലായിരുന്നു. നീക്ക് കഷ്ടപ്പെട്ട് പഠിച്ചത് അതുകൊണ്ട് വേസ്റ്റ് എല്ലാം അമ്മയൊക്കെ വായിച്ചാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. എന്നിട്ട് അത് മാത്രമല്ല ജോബ് കളിക്കും ഹീറോയിൻ. അങ്ങനെ ഹീറോയിൻ SA ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോബ് കളിക്കും ഹീറോയിൻ. എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈൻ. അതെ, ഹീറോയിൻ ആ ജോബ് വിട്ട് ഫാഷൻ ഡിസൈൻ. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാതെ ഫാഷൻ ഡിസൈൻ പഠിച്ച്. അത് ജയ്ഹോപ്പ് കൂടെ വന്നു. ജയ്ഹോപ്പ് പറഞ്ഞ് മാരേജ് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ പോയിട്ട് ഈ പേപ്പറിൽ ഡിവോഴ്സ് ചെയ്യാം.
എന്നിട്ട് ഈ സീക്രട്ട് ഒക്കെ ഉണ്ടാവട്ടെന്ന് ജയഹോപ്പിനോട് പറഞ്ഞു. ജയഹോ ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. ജയഹോപ്പൊക്കെ ഹീറോയിൻ പിടിക്കാതെ ഹീറോയിൻ അവിടെ വരുമ്പോൾ കുറച്ച് മോഡലായിട്ട് മാറി. അതെ, അവിടെ ഡ്രസ് ഡിസൈനാണ് ചെയ്യുന്നത്. അത് കമ്പനി ഹീറോയിൻ അവിടെ കമ്പനി ജോയിൻ ചെയ്തത്. അങ്ങനെ അവിടെയുള്ള CEO ഒക്കെ ഹീറോയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറഞ്ഞായിരുന്നു എനിക്ക് മാരേജായി, അതുകൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ഒന്നും കാട്ടണ്ട എന്നിട്ട് ആരോട് പറഞ്ഞാൽ അവർ അനുസരിക്കില്ല. വരുന്ന ഹീറോയിൻ്റെ കുറേ ക്ലോസ് ആണ് ക്ലബ്ബ് കയറുന്നത്. ഹീറോയിൻ കുടിക്കുന്നതിൽ അത് കളിക്കുന്നത് കണ്ടു. ഇത് ട്രക്ക് അത് കളിക്കുക. ഹീറോയിൻ എനിക്ക് സ്വന്തം കിട്ടുമെന്ന് അവർ കേട്ടു. ഇത് ഷുഗർ പറഞ്ഞു. ജയഹോപ്പ് ഷോക്ക്. ജയഹോപ്പ് ഇത് ശരിയാവില്ലാന്ന് ജയഹോപ്പ് ഒരു പ്ലാൻ ചെയ്ത് ജങ്കുക്കരോട് പോകാൻ പറഞ്ഞു. അങ്ങനെ ആരോട് സംസാരിച്ചു. നിങ്ങളുടെ കമ്പനി ഡ്രസ്സ് നല്ല ഡിസൈൻ നിൽക്കുമെന്ന് ഹീറോയിൻ അവിടെ നിന്ന് പോയി. ജയഹോപ്പ് ഹീറോയിൻ്റെ പുറകിൽ പോയി. അങ്ങനെ ഹീറോ വെളിയിൽ പോകുമ്പോൾ കാറ് അങ്ങനെ ചെയ്യാൻ പോയി. ജയഹോപ്പും മാസ്ക് ഇട്ട് ഹീറോയിൻ്റെ അടുത്തോണ്ട് പോയി. ജങ്കുക്ക് മെസ്സേജ് അയച്ച് എല്ലാവരും വരാനാണ് അവരോട് പറയുന്നത്. അങ്ങനെ JK ഷുഗർ കോൾ ചെയ്ത് എല്ലാവരുടെ വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും 6 പേർ അവിടെ നിന്ന് ക്ലബ്ബിൽ പോയി. ആ മാനേജർ കോൺസെൻട്രേറ്റ് ഹീറോയിനെ തേടി കിട്ടില്ല. അവളെ എടുക്കാൻ പോയി. ഇനി ട്രൈ ചെയ്താണ് ആ മാനേജർ ഉണ്ടാതിരുന്നത്. അങ്ങനെ ഹീറോയിനെ എടുത്തോണ്ട് ജയഹോപ്പൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഹീറോയിനെ വീട്ടിലേക്ക് എടുത്തോണ്ട് ജയഹോപ്പിൻ്റെ വീട്ടിലേക്ക് എടുത്തോണ്ട് വന്നായിരുന്നു. ജയഹോപ്പ് തനിയൊരു വീടുള്ളൂ. അതെ, ആ വീട്ടിലേക്ക് എല്ലാവരും ഒക്കെ തയ്റ്റിരിക്കുന്നത്. ജയഹോപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ മാറ്റില്ലാന്ന്. അങ്ങനെ ഹീറോയ്ക്ക് ഒരു മാതിരിയാകാൻ തുടങ്ങി. അപ്പോൾ ജയഹോപ്പ് ഒന്നും ചെയ്തില്ല. സോറി, വേറെ വഴിയില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു ഇല്ല പായുന്നു, എന്ത് ചെയ്യാൻ പറ്റില്ല. ജയഹോപ്പ് ഹീറോയിൻ ക്ലോസ് ആകാൻ തുടങ്ങി. സോറി ജയഹോപ്പ് പറഞ്ഞു. അങ്ങനെ ഹീറോയിനെ കൂടെ ടെൻഷൻ ചെയ്തു. അത് ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി. പിന്നെ ഹീറോയിൻ രാവിലെ വെച്ചപ്പോൾ ഹീറോയ്ക്ക് വീടെല്ലാം വിഷയാൻ തുടങ്ങി. എല്ലാം നടന്നു. ഹീറോയ്ക്ക് വീടെല്ലാം പിങ്ക് ആകാൻ തുടങ്ങി. അങ്ങനെ ഹീറോ എവിടെ നിന്ന് എണിച്ചിട്ട് അയ്യോ വേറെ നിൽക്കുന്നത് ജയഹോപ്പ് എണിച്ച് നോക്കുമ്പോൾ ഹീറോയുടെ ബ്ലഡ് വന്നു. ഇതൊക്കെ ജയഹോപ്പ് ഷോക്കായി. ഇവർക്ക് ഫസ്റ്റ് ടൈമാ. ഇന്ത്യ ഗേൾസാണത്. അങ്ങനെ ഹീറോയിനെ നോക്കാൻ തുടങ്ങി. ഹീറോയും വെക്കപ്പെടാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ജയഹോപ്പൊക്കെ ഹീറോയിൻ മേലെ ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ ഡിവോഴ്സ് ചെയ്യുന്നത് വേണ്ട. അങ്ങനെ രണ്ടുപേരും ഒക്കെ ക്ലോസ് ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു.